ഇച്ചോണ എന്തായാലും എനിക്ക് എളുപ്പമായിരുന്നു. എനിക്ക് അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. എന്തായാലും എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ഓക്കെ, ഞാൻ അച്ഛനൊന്ന് വിളിക്കട്ടെ. ശരി. ഹലോ. ഇപ്രാവശ്യം ഓക്കെ ആയിരുന്നു കേട്ടോ. അതെയാ, നന്നായി എഴുതാൻ പറ്റിയോ? ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല, എഴുതിണ്ട്. അത് കിട്ടുമത്. അപ്പൊ റാങ്ക് ലിസ്റ്റിലൊക്കെ വേഗം വരും അല്ലേ? എന്നാ ഞാനൊരു കാര്യം ചെയ്യട്ടെ. മന്മഥൻ കൊണ്ടുവന്ന കേസ് ഉണ്ടല്ലോ, അപ്പൊ അതൊന്നും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി കാണാവുന്ന രീതിയിലുള്ള. അതെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്തായാലും ജോലിയൊക്കെ ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ ജോലി കിട്ടില്ല, അപ്പോഴേക്കെന്നെ കല്യാണവും നടക്കുള്ളൂ. ആയിക്കോട്ടെ. ഇത് ഉറപ്പാണ് നമുക്ക്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി ശരി ശരി. ഓ ഈശ്വരാ, ദൈവം കാത്തു. കടന്നു പോയേ? കടന്നു പോയെന്ന് ഞാൻ PSC പരീക്ഷയ്ക്ക് അമ്മാമ്മ കൊണ്ടാച്ചി കാടും തൊള്ളയിലേക്ക് തള്ളി തരുവാൻ വേണ്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് എത്ര കാലം ഞാൻ പറഞ്ഞു ഇവിടുത്തെ പുരപ്പണി എടുത്ത് ജീവിച്ചാ മതി എന്നുള്ളത്. അല്ല, നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാണ്? ഞാൻ പരീക്ഷ എഴുതി ഒരു ജോലി കിട്ടണ നല്ല കാര്യല്ലേ? എല്ലാടോ, ഞാൻ എന്റെ എല്ല് മുറിഞ്ഞ് പണിയെടുത്തിട്ട് എനിക്ക് തിന്നും അങ്ങോട്ട് തന്നില്ലേ? എന്റെ ടൗസറിന്റെ നാട പോലെ അല്ലേ ഇനി കല്യാണം കഴിക്കുമ്പോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ കണക്ക് പറച്ചിൽ കേൾക്കാൻ പറ്റാത്തോണ്ടാണ് എന്തെങ്കിലും ജോലിക്ക് ഞാൻ ട്രൈ ചെയ്യണത്. എല്ലടി, എനിക്ക് ഈ കല്യാണം കഴിക്കുമ്പോ എന്നോട് പറഞ്ഞേ പച്ചവെള്ളം കുടിച്ചെങ്കിൽ ഞാൻ നിങ്ങളോട് എപ്പോഴും ജീവിക്കാന്ന്. ഇപ്പൊ എനിക്ക് കിടന്നാലും പുതി ജോലി ಮಾಡണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ അല്ലായിരുന്നല്ലേ സ്വഭാവം? തേനെ പാലെന്ന് പറഞ്ഞ ഉച്ചയോട് മടക്കില്ലായിരുന്നോ? അതിന് ഉച്ചക്കൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനി എല്ലാം കടന്നു പോയിട്ട് ഇതിന്റെ പൂപ്പൽ നീ കണ്ടോ? എനിക്കൊരു നീളമുള്ള ചൂലെടുത്തിട്ട് നിന്ന് ഭാര്യ വലിച്ച് കഴിച്ചാൽ ഇനി ഞാൻ അതിന്റെ മണ്ടയ്ക്ക് കൂടെ കയറാം. ബാക്കി പണിയൊക്കെ ഞാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിവിടെ ആണായി നിൽക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ ജോലിക്ക് പോകണ്ട. നാട്ടിക്കുന്ന എന്നെ കൊണ്ട് നാട്ടുകാർ കൊണ്ട് ഞാൻ പോകുന്ന പറഞ്ഞാൽ പോകും. എനിക്ക് ഈ നരകത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാം. എന്റെ സ്വഭാവം അറിയാം. എനിക്ക് എന്നെ തിരിഞ്ഞില്ലേ മരിയ കേട്ടിനാ? അതെന്നെ നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾക്കൊരു കുന്തോ തിരിഞ്ഞിട്ടില്ല. എന്തെന്ന് എനിക്ക് ഇങ്ങോട്ട് ഞാൻ പറയാൻ പോലെ കേൾക്കുന്നില്ലെങ്കിൽ ഇനി പോയിക്കൊള്ള കടന്ന് പോയിക്കൊള്ളു. ഞാൻ ഇന്റെ അടുത്തേക്ക് അതെ ഞാൻ പോവന്നെയാ. പോവാത്തോളൂ. ഇനി ഉളുപ്പില്ലാണ്ട് തിന്ന് കൂത്തിണ്ടി ബാക്കിയുള്ള എല്ലാം ഇവിടുന്ന് ഇങ്ങനെ ഓയലുക കാര്യം മേക്കപ്പ്. എവിടെയാ പോന്നെ നീ? ഇങ്ങോട്ടാ ചോദിച്ചു എവിടെയാ പോന്നെ നീ? ഇപ്പൊ പറഞ്ഞ കേട്ടില്ല, ഞാൻ എന്റെ വീട്ടിൽ പോവാ. അത് ശരി. ഇനി ഇങ്ങോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ കാന്റെ മുട്ടിയാണ് അടിച്ചടിക്കളിയാ. ആര് വന്നു ഈ നരകത്തിലോട്ട്? ആര് വരണേ നിങ്ങളുടെ കൂടെ കിടക്കാൻ വേണ്ടിട്ട്? അത് ശരി. ഇത്ര നാളെ നിന്നിട്ട് എനിക്ക് എന്തെന്നാ ഉണ്ടായി ഇവിടെ? എനിക്ക് സ്വൈര്യമാണ് വേണ്ടത്. ഒരു മനുഷ്യനെ മനസ്സമാധാനമാണ് ഏറ്റവും വലുത്.
മനസ്സമാധാനം എനക്കും വേണ്ടി ഞാൻ ഇനി ഏൽപ്പിക്കുന്ന പണി ചെയ്ത് പോവല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്കെല്ലാം ഒന്ന് കടക്കട്ടെ ഞങ്ങൾക്ക്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ. നല്ല ഒന്നാം തരം ജോലി കിട്ടാനുള്ള പരീക്ഷ എഴുതിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ PSC യുടെ റിസൾട്ട് വരുമ്പോഴേ എനിക്ക് നല്ല അന്തസ്സുള്ള ജോലി കിട്ടും. എനിക്ക് ഒലക്ക കിട്ടും, ഒലക്ക. ആ ഒലക്ക കിട്ടുന്നല്ല. ഈ കാര്യമൊക്കെ ചെല്ലേ. ശമ്പളം കിട്ടിയെന്ന് അറിയുമ്പോഴത്തേക്ക് തേനെ പാലെന്ന് പറഞ്ഞ അങ്ങോട്ട് വരരുത്. അല്ലാണ്ട ഇന്റെ ജോലി കിട്ടി ഞാൻ ഇന്റെ ശമ്പളത്തിന് കടക്കം വരുന്നത് ഉളുപ്പില്ലാതെ. നിങ്ങളിപ്പൊ ഇവിടെ ഈ കൊരങ്ങനെ പല്ലിങ്ങനെ കുത്തിയിരിക്കണില്ലേ? അങ്ങനെ ഇരിക്കുള്ളൂ. ഞാൻ പല മരത്തിന്റെ മുകളിലും കൊരങ്ങനെ പോലെ എന്നിട്ടാ കള്ളത്തി എങ്ങി തിന്ന് ഉളുപ്പില്ലാണ്ട്. അങ്ങനെ തന്നെ ഇരുന്നോ. എനിക്കിപ്പം ഞാൻ കൊരങ്ങനായില്ലേ? ഇന്റെ ശമ്പളത്തിൽ ഞാൻ കടക്ക് തോലി വരും. ഇങ്ങനെ പോലത്തെ ആണുങ്ങൾ നശിച്ചു പോയല്ലോ ഇവിടെ. ഒരു കുയിപ്പിനെ കൊണ്ട് ഇടങ്ങാറായി. തൊലി വേണ്ട. അല്ല മോനെ ഈ എന്ത് പണിയാ ചെയ്തത്? എന്നെ പഠിപ്പിച്ചതിന്റെ 6 മാസം ഫീസ് ഈ തരാണ്ടല്ലോ. ഈ പഠിച്ച് പാസ്സാവാത്ത എന്റെ കുറ്റാണ്. എനിക്ക് നല്ലൊരു തലയില്ല, ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഒരു കാര്യം ചെയ്യേ, എന്റെ തൊണ്ട വറ്റിച്ച് വരണ്ടിട്ട് എന്നെ പഠിപ്പിച്ചതാ. ആ ഈ ഓവർ ഡയലോഗൊന്നും വേണ്ട. ആ പൈസ വേഗം കൊണ്ട് അടുത്താള്. ആ ശരി. ആ മോനെ എങ്ങനെയുണ്ട് പരീക്ഷയൊക്കെ? മാഷെ നിങ്ങൾ പഠിപ്പിച്ച ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ക്വസ്റ്റ്യൻ പേപ്പറിലില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ പഠിപ്പിച്ച ഒറ്റയൊന്നും വന്നില്ല. ഒറ്റയൊന്നുമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിനോ? എന്താ പ്രാവല്ലത്? അതെ ക്വസ്റ്റ്യൻ പേപ്പർ. അത് സമയം പോണ്ടേ? അവിടെ ഇരുന്നിരുന്ന് ഭ്രാന്തായി. സമയം പോവാൻ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് പ്രാവ് ഉണ്ടാക്കല. അങ്ങനെ വരാൻ ആ ഇതിപ്പോ എന്താ സംഭവം? എന്താ അതൊക്കെ ചോദിക്കാം. കംപ്ലീറ്റ് ഗൈഡ് നോക്കി പകർത്തിയതല്ലത്. മറ്റോമാരെ ഇറക്കിയ ഗൈഡില്ലേ PSC കോപ്പി അടിച്ചാണ്. മൊത്തം ക്വസ്റ്റ്യൻ. പിന്നല്ലാണ്ട് വേറെ എങ്ങനെ വരാനുള്ള ഒരു സാധ്യതയില്ല. എന്താ ചെയ്യാൻ പറ്റിയ? ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ഗ്രൂപ്പായിട്ട് ചെയ്തിട്ട് ഈ മറ്റേ പ്രൊഫൈലിൽ കയറിയിട്ട് കംപ്ലൈന്റ് ചെയ്യാം. നിങ്ങൾ എല്ലാരും വിളിച്ചോ? നിങ്ങൾ ടീം അടക്കം പോയിട്ട് പ്രൊഫൈലിൽ കയറി കംപ്ലൈന്റ് ചെയ്യും. ഞങ്ങളെ ബാച്ച് മൊത്തം ചെല്ലി. അല്ലാണ്ട് എന്റെ അടുത്ത് കംപ്ലൈന്റ് ഇല്ല. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ അത്രയും ശ്രദ്ധയോടെ പഠിപ്പിച്ചിട്ട് ഞാൻ ഇന്നേ വരെ നിന്നിട്ടു. അല്ലാണ്ട് ഇമാരും ഒരു പരിപാടിക്ക് നിൽക്കല്ലേ? അനക്ക് എന്നെ കൃത്യമായിട്ട് അറിയില്ലേ? ഏതായാലും പോയത് പോയല്ല. ഞാൻ പറയണ മാതിരി പ്രൊഫൈലിൽ കയറി നമുക്ക് പൈസ അടച്ചിനാ കഴിഞ്ഞ മാസം. അത് അടയ്ക്കാന്നറിയാ. തന്നെയാണ് ഓരോന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവണം. അടയ്ക്കാന്നറിങ്ങനെ മാസം അടയ്ക്കുക. എവിടെ അടവ്? എല്ലാരും കടം പറഞ്ഞ് പോവലില്ല. പേരിന് മാസും വരില്ല. അത് കുഴപ്പമില്ല. ഇല്ല. അയ്യോ ഒരു പ്രശ്നമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്. പെൺകുട്ടിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ എനിക്കൊന്ന് അയക്കണ്ട വാട്സാപ്പിൽ. പിന്നെന്ത്? അയ്യോ ചെറുക്കന്മാര് പ്ലംബറുണ്ട്, കാർപ്പന്റർ ഉണ്ട്, വെൽഡർ ഉണ്ട്, ഫിറ്റർ ഉണ്ട്, എല്ലാരും ഉണ്ട്. അത് ഏത് വേണോ? അത് ഏത് വേണോന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അത് നമുക്ക് ശരിയാക്കാം. കേട്ടാ? ഓ ശരി. ഓക്കെ. എന്തൊക്കെ ഡിമാൻഡാണെന്ന് നോക്കണേ. പ്ലംബിങ് മാത്രം പോരാ, വെൽഡിങ്ങും കൂടെ അറിയാനുള്ള ആളുകൊണ്ട് ആൾക്കാർക്ക് അതിനനുസരിച്ച് സ്ത്രീധനം കൂടും. പിന്നെ അപ്പൊ ഞാൻ വന്നത് നമ്മളെ എരമല്ലൂര് നീലാംബര മണിക്കറ മോളെ പോയി കണ്ടല്ല. അവർക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അതിനൊരു ഡേറ്റ് ഉടനെ കുറിക്കണം. ഇനി വൈകിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അവർ മുട്ടി നിൽക്കേണ്ട കല്യാണം നടത്താൻ. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു നല്ല ദിവസം അച്ഛനും മോനും ഉചിതമായിട്ട് എനിക്കും സൗകര്യമുള്ളൊരു ഡേറ്റ്. ഇപ്പൊ ശനി ഞായർ തിങ്കൾ ചൊവ്വ കുഴപ്പമില്ല. പിന്നെ ബുധൻ വ്യാഴം എനിക്ക് പ്രശ്നമില്ല. നിങ്ങളുടെ സൗകര്യം ഒന്ന് നോക്കിക്കോ. ഞങ്ങൾക്ക് ഇപ്പൊ അസൗകര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആ ആലോചന നടക്കേണ്ട കാര്യം വളരെ കഷ്ടമാണ്. എന്ത്? ആ ആലോചന നടക്കില്ല മന്മത. എന്താണ് സത്യം? നിങ്ങൾ തമാശ കളിക്കല്ലേ?
ഇത് ഒരു പെൺകൊച്ചിന്റെ ജീവിതം വെച്ച് കളിക്കല്ലേ. എന്താണ് പെണ്ണിന് ഒരു കുറവ്? നല്ല അലുവാക്കട്ടി പോലത്തെ പെണ്ണ്, നല്ല കുടുംബം, നല്ല സമ്പാദ്യം, നല്ല സ്വഭാവം, നല്ല കുടുംബ മഹിമ, ഇതെല്ലാം ഉള്ളൊരു നല്ല പെണ്ണിനെയല്ലേ ഞാൻ നിങ്ങൾക്ക് തന്നത്. പിന്നെ നിങ്ങൾ എന്താ കളിക്കുന്ന? ശരി തന്നെയാണെന്ന്. പിന്നെന്താ യവന് വേറെ എങ്കിലും പെണ്ണുമായിട്ട് ബന്ധമുണ്ടോ? അതാണെങ്കിലും പ്രശ്നമല്ല. നിനക്ക് സർക്കാർ ജോലി കിട്ടുന്നുള്ളതുകൊണ്ട് അതൊന്നും എന്നെ സംബന്ധിച്ചത് പ്രശ്നമല്ല. അല്ല അതൊന്നല്ല വിഷയം. പിന്നെ ആദ്യം അങ്ങോട്ട് പറയണത് കേക്ക്. എന്താണ് പറയുക? എനിക്ക് നമ്മളെന്താ വെച്ചാല് ആ ജോലി കിട്ടും എന്നുള്ളൊരു ഉറപ്പ് പറഞ്ഞിരുന്നു. അത് കിട്ടുമല്ലോ. അല്ല അതിനിപ്പോ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. എന്താണ് പ്രശ്നം? അതിപ്പോ ഇയാള് പരീക്ഷ എഴുതിയപ്പോഴേ തോറ്റിട്ടില്ല. തോൽക്കാതെ പരീക്ഷ എല്ലാ പരീക്ഷ ഇതൊക്കെ എഴുതി കഴിഞ്ഞില്ല. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അവന് അറിയണ കാര്യങ്ങൾ തന്നെയാണ് എല്ലാം. അതെല്ലാം എഴുതി വെച്ച് നോക്കുമ്പോ ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ വരും പറഞ്ഞതാ. എല്ലാം തെറ്റിയോ? എന്റെ മോനെ നീ പറയും സത്യം, നീ കേക്കട്ടെ. PSC ടെസ്റ്റ് ആണ്. അതിന് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരുന്ന നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ എക്സാം കഴിഞ്ഞപ്പോ നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇതിപ്പോ വന്നിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചെങ്കില് അവര് തന്നിട്ടുള്ള ചോയ്സിൽ 2 ആൻസർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ പേര് അങ്ങനെ ഒരു സംഗതി. നീ ഇപ്പൊ 2 ആൻസർ എഴുതി വെച്ചാൽ കേക്ക് ചേട്ടാ, പറയണത് കേക്ക് നീ എന്താ പറയാ? എന്നിട്ട് ചോയ്സ് അങ്ങനെ കുറെ ആളുകൾ ഒരു പ്രശ്നം ഉണ്ടാക്കി. അത് പിന്നെ വേറെ കുറെ ആളുകൾ ഈ കഴിഞ്ഞ ഏതോ ഒരു ഗൈഡിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ പകർത്തി വെച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങള്. മൊത്തത്തില് അവരെ ഒരു 10-15 ക്വസ്റ്റ്യൻസ് അവർ റദ്ദ് ചെയ്തു. നമ്മൾ ആൻസർ ചെയ്തത് എനിക്ക് നല്ല ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവര് റദ്ദ് ചെയ്ത്. നിങ്ങൾ ഈ മഴ പെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ കുട വാങ്ങിക്കാൻ പറഞ്ഞ ഞാൻ അവിടെ പോയി എല്ലാം സമ്മതിച്ച് സർക്കാർ ജോലി കിട്ടുമെന്നല്ല ഉറപ്പ് കൊടുത്തിട്ട് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരുമോന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പില്ല. അതാ പറഞ്ഞത്. അതെ, അവൻ അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മുഴുവൻ അവൻ അസലായിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ട് ഇത്ര. അപ്പൊ അത് കിട്ടി കഴിയുമ്പോ ഉറപ്പായിട്ട് നമ്മൾ പാസ്സായിട്ടുണ്ടാവും. പാസ്സാവുന്നല്ലേ വിചാരിക്കുക, റാങ്ക് ലിസ്റ്റിലും വരും. അപ്പൊ ജോലിയും കിട്ടും, ഉറപ്പല്ലേ? ഇതിപ്പോ എന്താ വെച്ചാലേ അവന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ അവൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ ചോദ്യങ്ങളൊക്കെ ഇപ്പൊ പിൻവലിച്ചു. അവൻ ഏതൊക്കെ ചില ഡൗട്ട് പറഞ്ഞതുണ്ട്, സംശയത്തിന്റെ മുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, അതൊട്ട് പിൻവലിച്ചിട്ടില്ല. അപ്പൊ ഉറപ്പല്ലേ, പിന്നെ പാസ്സാവുമോ? ശീതള, ഈ PSCക്ക് ശീതളിനോട് എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടോ? അല്ല പിന്നെ ഇങ്ങനെയൊക്കെ പിൻവലിക്കാന്ന് റദ്ദാക്കാന്നൊക്കെ പറഞ്ഞാൽ ഒരാളെ കുടുംബം വെച്ച് കളിക്കുക. ഒരാളല്ലേ ഇപ്പൊ 2 ആള്. ആ പെണ്ണിന്റെ കുടുംബം അതിന് ഇനിയിപ്പോ ഞാൻ വേറൊരു ചെക്കനെ 2-3 എണ്ണം വന്നാണ് ഇടുക്കിന്ന് കട്ടപ്പനയിൽ നെടുങ്കണ്ടത്തുനിന്നൊക്കെ വന്ന് നല്ല കേസല്ല ഞാനിപ്പോ മാറ്റിയിട്ടാണ്. നിങ്ങൾക്ക് ചെറുക്കനൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് ഞാനത് സംസാരിച്ച് വെച്ചതെല്ലാം അതേന്ന്. ഇതിപ്പോ ഞങ്ങളായിട്ട് മുടക്കിയതല്ലോ. ഇതിപ്പോ PSC അത് പിൻവലിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഇവൻ മാത്രല്ല, നീ എത്ര കുട്ടികൾ അങ്ങനെ പോലെ എന്നുള്ളത് കേട്ടിട്ടില്ല ചേട്ടാ. അത് അങ്ങനെ തന്നെ പോകുള്ളൂ. ഇനിയിപ്പോ ഞാൻ ജീവിതം മുറം പോലെ ആവും. ഇങ്ങനെ തട്ടി ഇരിക്കാനേ പറ്റൂ. പെണ്ണിന് മന്മതാ, ഞാൻ വേറൊരു കാര്യം ആലോചിക്കാം. ഇത് ഒഴിവാക്കിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും സംഗതികൾ ആലോചിച്ചാൽ നടക്കുവോ? നിങ്ങൾക്ക് എന്താ പ്രാന്തണ്ട? ഇതെന്താ കന്നാലി കച്ചവടം വിചാരിച്ചിങ്ങനെ? തോന്നുമ്പോ ആലോചിക്കുക, തോന്നുമ്പോ വേണ്ടാന്ന് വെക്ക. കളിക്കുന്നത് നിങ്ങള് അച്ഛനും മോനോട് വേണ്ടി. നിങ്ങൾ കുറെ നാൾ ഇവിടെ ഇരുന്ന് ആലോചിക്കുള്ളൂ. പിന്നെ ഒരു കാര്യം, ഞാൻ ഇതുവരെ ചെയ്ത ജോലിക്ക് എന്തെങ്കിലും തരാനുള്ള താല്പര്യം ഉണ്ടോ? എന്ത് ജോലിക്ക്? അവിടെ പോയി സംസാരിച്ച് എല്ലാം സെറ്റപ്പ് ആക്കി ഞാൻ നിങ്ങളായിട്ട് വേണ്ടാന്ന് വെച്ചല്ലേ? അതെ, ഞാൻ അതിന് ഒരു പ്രാവശ്യം തന്നല്ലോ. എന്ത് നിന്ന്? ഇതിനൊക്കെ അത് ധാരാളമാണ്. 150 രൂപ തന്നെയാണ്. ചേട്ടാ, ചേട്ടൻ എന്താണ് ഈ തന്നേക്കാ? എനിക്കൊരു ജോലി എന്തെങ്കിലും കിട്ടട്ടെ. അല്ല, ചേട്ടന്റെ കാശ് എന്താണ് തന്നേക്കാ? ജോലി കിട്ടിയിട്ട് വെറുതെ എന്നെ കൊതിപ്പിക്കല്ലേ. ജോലി കിട്ടിയിട്ട് നീ കല്യാണം കഴിക്കാൻ അത് തന്നെ വെറും വ്യാമോഹമാണ്. നടക്കൂല. കല്യാണവും നടക്കൂല, ഒരു കുന്തവും നടക്കും. അതെ, വേറെ വല്ലോടാ കൊണ്ടുപോവാ. ആലോചിക്കാം. ഒന്നും നടക്കണ കാര്യമല്ല അച്ഛൻ. നമുക്ക് വേറെ ഏതെങ്കിലും നോക്കാടാ. എന്ത് നോക്കാൻ? ആ തയ്യല് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ നല്ലൊരു തയ്യല് അറിയണ ആളാന്നെങ്കിലും പറയാറുണ്ട്. അതിന് ഇതിന്റെ മുകളിൽ തൊടിച്ചിട്ടുണ്ടാച്ചാൻ പഠിക്കുന്നു പറഞ്ഞു. നോക്കണ്ട, ഏതായാലും ശരിയാവും. സർക്കാർ ജോലി ഒന്നും കിട്ടിയിട്ട് തൽക്കാലം കൊണ്ട് കല്യാണം നടക്കില്ല, അതെനിക്ക് ഉറപ്പായി. ഇതിങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം? എടി, നിനക്കിത് പറഞ്ഞിട്ട് മനസ്സിലാവണില്ലേ? ഈ PSCയിലൊക്കെ ഒരു മാർക്കിന്റെ വില എന്താണെന്നറിയാമോ? റാങ്ക് ഒക്കെ അതിലൊക്കെ മാറിപ്പോവും. എന്റെ ചേച്ചി ആകെ ഒരു 15 ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതിനല്ലേ കിടന്ന് ബഹളം വെക്കുന്നത്? എടി, ആ 15 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഉത്തരം അറിയാവുന്ന ക്വസ്റ്റ്യനുകളായിരുന്നു. അത് മാത്രമല്ല, റെയർ ചോദ്യങ്ങളാ. അതൊക്കെയാണ് ഈ റാങ്ക് തീരുമാനിക്കുന്ന ചോദ്യങ്ങള്. ആ ചോദ്യത്തിന്റെ ഉത്തരവൊന്നും അറിയാത്തവര് പോയി പരാതിയും കൊടുത്ത് അതെല്ലാം ക്യാൻസലും ചെയ്ത്. ആ പ്രതീക്ഷയില് ഞാൻ ചേച്ചിക്ക് വേറെ പണിയൊന്നും ഇല്ലാണ്ടാണ് ചേച്ചി ഇത്രയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കിട്ടണ്ടാണെങ്കിൽ കിട്ടും. അങ്ങേര് വിളിച്ചോണ്ടിരിക്കണം. ഫോൺ എടുക്ക ചേച്ചി.
എടി എന്ത് പറയാനാണ്, ജോലി കിട്ടുമെന്നുള്ള ധൈര്യത്തിൽ ഞാൻ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുകയും ചെയ്ത്. കാര്യം പറ വിളിച്ച്. എടി നിനക്ക് അങ്ങനെ സ്വഭാവം അറിഞ്ഞൂടെ? എന്നെ ചവിട്ടി അരക്കും അവിടെ ഇട്ടോണ്ട്. ഓരോന്ന് പറയുമ്പോ ആലോചിക്കണേ. ഇനി അങ്ങോട്ട് പോകാനും പറ്റില്ല, ജോലിയും കിട്ടില്ല, എന്ത് ചെയ്യുന്ന? ഒരു കാര്യം ചെയ്യ്, എന്നാ PSC ഓഫീസിൽ പോയെന്ന് അന്വേഷിക്ക്. കാര്യം അറിയാലോ നമുക്ക്. അപ്പൊ ശരിയായില്ലേ? അത് മതി. ഈ കിടന്ന് വിഷമിച്ചിട്ട് എന്ത് കിട്ടാനാ? എന്താ പേര് സാറ് വല്ലാണ്ട് ചിന്തിക്കുന്നുണ്ടല്ലോ നിങ്ങള്? ഒന്നുമില്ലേ, ഓരോരോ ചിന്തകൾ ഇങ്ങനെ വന്നിട്ടേ. എന്താ ടെൻഷൻ? ഇല്ല, ഒന്നുമില്ല. അല്ല, രാഘവേട്ടൻ 2 ദിവസമായിട്ട് ലീവാണല്ലോ, ഇന്നും വന്നില്ലേ? മൂപ്പര് ഒരു ദിവസം ലീവ് എന്നിട്ടാ പോയേ. ഇതിപ്പോ 2 ദിവസമായി. നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാനും പരീക്ഷ നടത്താനും ഒക്കെ ഇരുന്ന് കഷ്ടപ്പെടാൻ നേരത്ത് നമ്മുടെ ഓഫീസിൽ തന്നെ ജോലി ചെയ്യാൻ ആള് പറ്റില്ലെന്ന് പറഞ്ഞാലേ. സാറേ സ്ലോ ആണ്. എന്തേ നേർച്ചക്ക് വല്ലോണോ? ഈ ഓഫീസിലെ അക്ഷാംശ സ്ഥാനം എവിടെയാന്ന്? എന്താ സാർ? അക്ഷയ സെന്ററാ? അക്ഷാംശ സ്ഥാനം, ഈ ഓഫീസിലെ അക്ഷാംശ സ്ഥാനം എവിടെയാന്ന് എന്റെ ശേഖരനെ തിളക്കണം. സൂല്ലാത്ത എന്തോ കേസാണ് ചേട്ടാ. ഞാൻ ആനപ്പാപ്പാനാണ്, ശേഖരൻ എന്റെ ആന. ഓം പുറത്തുണ്ട്. അക്ഷാംശ സ്ഥാനം അറിഞ്ഞാ അവനെ തളച്ച. അക്ഷാംശ സ്ഥാനം എന്ന് പറഞ്ഞാ ഇതേ PSCയുടെ ഓഫീസാണ്. അതെ. അപ്പൊ ആനയുടെ പരിപാടി ഇല്ല ഇവിടെ. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഓഫീസിലേക്ക് വന്നത്. എന്താണത്? ഇതെന്റെ ആന, എന്റെ സാധനം. അത് ആനപ്പാപ്പാൻ എടുക്കേണ്ട സാധനമാണ്, അത് ഞാൻ എടുത്തോളും. വനം വകുപ്പിന്റെ PSC പരീക്ഷ ഞാൻ എഴുതി ആനപ്പാപ്പന്റെ തസ്തിക. റാങ്ക് ലിസ്റ്റിലുണ്ട് ആനപ്പാപ്പാന്റെ അല്ലേ? എന്ത് മണ്ട ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ആറ്റത്തിന്റെ ഘടന, എന്തിനാണ് ആറ്റത്തിന്റെ ഘടന ഞാനും എന്റെ ആനയും അറിഞ്ഞിരിക്കുന്നത്? തണ്ണീർമുക്കം പണ്ട് ഏത് കായെല്ലാം സ്ഥാപിച്ചെന്ന് നാളെ പോയിട്ട് കുളിക്കാൻ എന്റെ ആന കിടക്കും. എന്ത് ചോദ്യമാണ്? എന്തെല്ലാ ചോദ്യം. ചെടിച്ചട്ടി താഴേക്ക് വീഴാല് എന്ത് ശക്തി പ്രധാനം ഉണ്ടാവല്? ആനേര പിണ്ടം താഴേക്ക് വീണാല് അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും എത്ര പിണ്ടം താഴെ വീണെന്ന്. അത് തിന്നതിന് കണക്കാറ്റ് വീഴും, അത് നമുക്കറിയും. എന്തിനാണ് ഇങ്ങനെ മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? എന്താ പേര് പറഞ്ഞ? പേര് ശേഖരൻ. ശേഖരൻ സാറേ? എന്റെ പേര് ഉണ്ണി. ഉണ്ണി ശേഖരൻ സാറേ, നമ്മുടെ ഈ PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ ഉണ്ടാക്കുന്ന കമ്മിറ്റിയിലേ ഈ ആനയായിട്ട് ബന്ധപ്പെട്ട ആനപ്പാപ്പന്മാരും ഇല്ല. അപ്പൊ ഒരു പൊതുബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആള് പ്രാപ്തനാണെന്ന് നോക്കാനുള്ള ഒരു ചോദ്യം ആണ് അത് തരണത്. അപ്പൊ നിങ്ങളത് എഴുതി പാസ്സായാൽ മതി, നിങ്ങൾക്ക് ആ നിയമനം കിട്ടും. എന്നാ ഈ പരീക്ഷ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് പുതിയ പരീക്ഷ വെക്ക്. ഇതുപോലെ ഞാൻ പറഞ്ഞ കുറച്ച് ചോദ്യങ്ങൾ വെച്ചോ. പരീക്ഷ ഒഴിവാക്കണം. ഒഴിവാക്കാം. എന്റെ ശേഖരനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടാ? വേണ്ട, ഒഴിവാക്കാം. ഇയാൾ ഇവിടുന്ന് ഒഴിവാക്കാം. അതെ, നമുക്ക് ഈ പരീക്ഷ ഒഴിവാക്കാം. എന്നിട്ട് ഒരു പുതിയ പരീക്ഷ വെക്കുമ്പോ നോട്ടീസ് അയക്കാം. അപ്പൊ അതൊന്ന് എഴുതിയാൽ മതി. ഈ ആനയായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ട് നമുക്കൊരു പരീക്ഷ ഉണ്ടാക്കാം. ഇപ്പൊ നമ്മുടെ സർക്കാരിന്റെ അമ്പലത്തിൽ 2 ആനയല്ലോ ഉള്ളത്. അതിന്റെ ഇപ്പുറത്തുനിന്നും കൂടി 2 ആനനെ ആലോചിക്കണ്ട. അപ്പൊ 4 ആനനെ മേടിക്കും സർക്കാർ. അപ്പൊ 4 പാപ്പന്മാർക്ക് ഒഴിവുണ്ട്. അപ്പൊ അതിലിപ്പോ എടുത്താ പോയിക്കോ. ഓക്കെ. എന്തൊക്കെ ജാതി സാധനങ്ങളെ കാണിക്കാനാണ്? മാനസികാന്ന് ഉറപ്പല്ലേ? ഓഫീസറെ, ഞാനൊക്കെ മതമളകിയാലേ ഞാൻ എന്റെ പുറത്താട്ടാവന്. എങ്ങനെ ഇറങ്ങി പോണ്ടത്? ജീവൻ കിട്ടാൻ വേണ്ടി. അതങ്ങ് ചോദിക്കാം, ഒരു അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യം. അതിനൊരു മര്യാദയുണ്ട്. വെച്ചോ. അതിപ്പോഴാണല്ലോ ഓർത്തത്. കരയിലെ ഏറ്റവും വലിയ ജീവനെ നിയന്ത്രിക്കുന്നവനാണ് ഞാൻ. ചില്ലറക്കാരനല്ലാന്ന് എന്റെ അർത്ഥം. മനസ്സിലായ? സമ്മതിക്കണം. ആനനെ അതെ. ആരാണ് ഈ PSCക്ക് ഈ മണ്ട ചോദ്യങ്ങൾ എടുത്തത്? ശരിയാക്കാം. വെറുതെ ഒന്ന് പത്രം വായിച്ചാൽ മതി.
ഞാൻ പുള്ളി ചോദ്യം ഇട്ടരാം. ഒരു 500 റുപ്യ തന്നാ മതി. അടുത്ത കമ്മിറ്റിയിൽ പെടുത്താം. അത് വെക്കണം. അടുത്തതിൽ പെടുത്താം. പിന്നെ തിന്ന്